ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിലെ ഒരു പ്രത്യേക വിഭവമായ സെസ്വയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന അവരുടെ ഒരു ചീരക്കറിയായ മൊറോഹോയുമാണ്. സെസ്വ എന്ന വാക്കിന്റെ അർത്ഥം സ്ലോ കുക്ക്ഡ് പൗണ്ടഡ് മീറ്റ് എന്നാണ്. സാധാരണയായിട്ട് എല്ലോട് കൂടിയ മട്ടൺ അല്ലെങ്കിൽ ബീഫാണ് ബോട്സ്വാനയിൽ ഉപയോഗിക്കുക. അത് ഒരു 3 legged പോട്ടുണ്ട് അവരുടെ കാസ്റ്റ് അയൺ മൂലമുള്ളത്. അതിലേക്ക് ഇട്ടിട്ട് ചെറു തീ അടിയിലേക്ക് കൊടുത്തിട്ട് അവർ 5-6 മണിക്കൂർ കൊണ്ടാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലിന്ന് ഈ മാംസമൊക്കെ വിട്ടു വന്ന് ഡ്രൈ ആയി കിട്ടും. അത് ആണ് സെസ്വയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ മൊറോഹോ എന്ന് പറയുന്നത് വിവിധ തരം ചീരകൾ കൊണ്ടുള്ള ഒരു കറിയാണ്. അത് ഏകദേശം നമ്മുടെ ചീരക്കറി പോലെയൊക്കെ തന്നെ ഇരിക്കും. അത് നമുക്ക് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനോടൊപ്പം അവർ കഴിക്കുന്നത് മബേലെ അല്ലെങ്കിൽ മെയ്സ് മീൽ അല്ലെങ്കിൽ നമ്മുടെ ചോളം അല്ലെങ്കിൽ പാപ്പ് എന്ന് പറഞ്ഞാൽ സ്വർഗം മീൽ. ഇതിനോടൊപ്പമാണ് അവർ ഈ സെസ്വയും മൊറോഹോയും ഒക്കെ കഴിക്കുന്നത്. ഈ സെസ്വ എന്ന് പറയുന്നത് ബോട്സ്വാനയിലെ ആൾക്കാർ സാധാരണയായിട്ട് അവരുടെ വിശേഷ അവസരങ്ങളായ വിവാഹം, ഫ്യൂണറൽ തുടങ്ങിയ അവസരങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സെസ്വ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ഞാൻ എല്ലോട് കൂടിയ 1 കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. സാധാരണയായിട്ട് അവരുടെ ട്രഡീഷണൽ വേയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 3 legged കാസ്റ്റ് അയൺ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കതില്ലാത്തതുകൊണ്ട് ഞാനൊരു കാസ്റ്റ് അയൺ സ്കില്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ അവർ ഉപ്പ് മാത്രം ഇതിൽ ചേർക്കണേ. പക്ഷെ നമുക്ക് ഉപ്പ് മാത്രം ചേർത്താൽ അതിനൊരു സ്വാദ് കിട്ടാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ഇന്ത്യൻ സ്പൈസസും കുറേശ്ശെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും നമ്മൾ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമ്മളിത് സ്ലോ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് അടച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു സ്ലോ കുക്ക് ചെയ്യാം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം, വെള്ളവും അതിൻ്റെ വേവും നോക്കിക്കൊണ്ടിരിക്കണം. നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സെസ്വ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചീരക്കറി മൊറോഹോ ഉണ്ടാക്കി നോക്കാം. അതിലേക്കായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു സവാള ആഡ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചൊരു തക്കാളി, ഒരു പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നും കൂടി വഴറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചീരയും കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊറോഹോയുടെ പരിപാടി. ഇപ്പോൾ നമ്മുടെ ചീരയുടെ സ്റ്റിർ ഫ്രൈ ശരിയായിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് സെസ്വ ആയതിനു ശേഷം അതിനോടൊപ്പം സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ 5-6 മണിക്കൂർ വേവിച്ച് കഴിഞ്ഞു. അത് വെള്ളമൊക്കെ വറ്റി ഇതുപോലെ എല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വന്നു തുടങ്ങി. ഇനി നമുക്ക് ഈ എല്ലുകളൊക്കെ മാറ്റിയെടുത്തിട്ട് ഇതിനെ അടുത്തതായിട്ട് നമ്മൾ ഇത് എല്ലിൽ നിന്ന് ഈ മാംസം മാത്രം മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലും ഇറച്ചിയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ മാറ്റി വെച്ച വേവിച്ച ഇറച്ചി നമ്മൾ നല്ലതുപോലെ ഒരു കയ്യിൽ വെച്ച് ഇങ്ങനെ ഇടിച്ച് പരുവമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സെസ്വ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ബോട്സ്വാനക്കാർ ഇത്രേ ചെയ്യാറുള്ളൂ. നമുക്ക് ഇത്തിരി സ്വാദ് കൂട്ടാൻ വേണ്ടി കുറച്ച് വറുത്ത ഉള്ളിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം.
ഇതായപ്പോൾ നമ്മുടെ സെസ്വ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതായപ്പോൾ നമ്മുടെ സെസ്വയും മൊറോക്കോയും സാലഡും ഒക്കെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാം. സെസ്വയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 10 വർഷത്തോളം ബോട്സ്വാനയിൽ ഉണ്ടായിരുന്ന നല്ല കാലം ഓർത്തു പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം.